ഹായ് ഹലോ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ. ഇന്ന് നമുക്ക് കടച്ചക്ക കറി വയ്ക്കാവേ. ഞാനൊരു ഫുൾ കടച്ചക്ക എടുത്തിട്ടില്ല, മുക്കാൽ ഭാഗമായിട്ട് എടുത്തിട്ടുള്ളത്. കാരണം നമ്മൾ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളേ. ആദ്യമായിട്ട് നമുക്കിതിന് കടുക് പൊട്ടിക്കാൻ വേണ്ടി പെരിഞ്ജീരകവും കറുവാപ്പട്ടയും ഗ്രാമ്പും പിന്നെ ഒരു 2 ചെറിയ ഉള്ളിയും ഒരു വറ്റൽമുളകും ഒരു ഇച്ചിരി കരിയാപ്പിലയും വേണേ. ഇതിൻ്റെ അകത്ത് ഗ്രാമ്പും പട്ടയും പെരിഞ്ജീരകമൊക്കെ നമ്മൾ നല്ലപോലെ ഒന്ന് ചതച്ചെടുക്കണം. എന്ന് പറഞ്ഞാൽ പൊടിച്ചും അങ്ങനെ തീരെ നൈസാക്കി കളയേണ്ട, ചതച്ചെടുത്താൽ മതി കേട്ടോ. ഇനി എണ്ണയൊക്കെ ഒഴിച്ച് കടുകൊക്കെ പൊട്ടിക്കഴിയുമ്പം നമ്മൾ ഈ ചേരുവയും കൂടെ ഇട്ട് ഏകദേശം ഒരു ബ്രൗൺ കളർ ആവുന്നോടം വരെ ഒന്ന് വഴറ്റിയെടുക്കുന്നത്. ഇത് ഏകദേശം ആയി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന കടച്ചക്ക, ഞാൻ ആ കൂടെ ഒരു 2 പച്ചമുളകും കൂടി ഇട്ടിട്ടുണ്ട് എരിവിന് ആവശ്യമുള്ളത്. നമുക്ക് ഒരുപാട് എരിവ് വേണ്ട, അപ്പോൾ ഒരുപാട് എരിവ് വേണമെന്നുള്ളൊരു കൂടുതൽ പച്ചമുളക് ഇടാം കേട്ടോ. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ഇത് വേകാനുള്ള വെള്ളവും കൂടി ഒഴിച്ച് മൂടി വെച്ച് കുക്ക് ചെയ്യണേ. നമ്മൾ ഈ ഒഴിച്ച വെള്ളമില്ലേ അത് നല്ലപോലെ വറ്റിച്ചെടുക്കണം കേട്ടോ. ഈ കൂടുതൽ എരിവ് വേണമെങ്കിൽ നമുക്ക് 1 2 3 പച്ചമുളക് ഇടാം. അതല്ല ഇപ്പം ഗ്രാമ്പും പട്ടയൊന്നും വേറെ സെപ്പറേറ്റ് ആയിട്ട് എടുക്കാനില്ല എന്നുണ്ടെങ്കിൽ ചിക്കൻ മസാല മീറ്റ് മസാല ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ. പക്ഷേ ആ വൈറ്റ് കളറിൽ ഇരിക്കുകയെന്നുള്ളതേ ഉള്ളേ. ഇനി ഇതിൻ്റെ വെള്ളം ഇടയ്ക്കിടയ്ക്ക് ഇത് ഒന്ന് ഇളക്കിയൊക്കെ ഒന്ന് കൊടുത്തേക്കണം കേട്ടോ. ഇതിൻ്റെ വെള്ളം വറ്റുന്നതനുസരിച്ച് അതിങ്ങനെ ഒരു നല്ലൊരു സോഫ്റ്റായിട്ട് വരുവേ. ഇത് ഒരുപാട് മൂത്ത് പോയേക്കാം, ഇത് കടച്ചക്കയല്ല കേട്ടോ. കണ്ടോ, ഇത് ഏകദേശം ഒന്ന് റെഡിയായിട്ട് വന്നിട്ടേ ഉള്ളേ. എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് മൂത്തതാണെങ്കിൽ ഈ വെള്ളം വറ്റി വരുമ്പം കുഴഞ്ഞിരിക്കുവേ. പിന്നെ നമുക്ക് അതിനായിട്ട് ടേസ്റ്റും കൂടുതല. പിന്നെ ഇതിനകത്ത് ഇച്ചിരി ഉപ്പിൻ്റെ പോരായ്മ ഉണ്ടായിരുന്നു, അതും ഇട്ട് കൊടുത്തു. ഇനി നമ്മളിത് തേങ്ങാപ്പാലാട്ടോ ഒഴിക്കുന്നത്. ഇത് തേങ്ങാപ്പാൽ ഒഴിച്ച് തന്നെ ഉണ്ടാക്കുന്ന കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഏറ്റവും നല്ലത് തേങ്ങാപ്പാൽ ഒഴിക്കാനുള്ള പാകം എന്ന് പറഞ്ഞാൽ ഇത് ഇതുപോലെ മാറ്റി അങ്ങ് നോക്കുമ്പോൾ ഒരു തുള്ളി പോലും വെള്ളം കാണത്തില്ല കേട്ടോ. ഈ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നമ്മൾ ഒരു ചെറു തീയിലിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് നല്ലപോലെ തിളപ്പിക്കണേ. എന്നേരത്തേനും ഈ തേങ്ങാപ്പാലെല്ലാം കൂടെ ഈ കടച്ചക്കയിലോട്ട് അങ്ങോട്ട് അങ്ങ് വലിച്ചെടുത്തിട്ട് അങ്ങ് അബ്സോർവ് ചെയ്തെടുത്തിട്ട് നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇങ്ങനെ ഉണ്ടാക്കുന്നില്ലാത്തവരുണ്ടാക്കി നോക്കണം കേട്ടോ. ഞാനിവിടെ കൂടുതലും വറുത്തരച്ച് കടച്ചക്ക വയ്ക്കാൻ തോരൻ വയ്ക്കുകയൊക്കെ കേട്ടോ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ വറുത്തരച്ച് വയ്ക്കുമ്പോഴത്തേനും ബ്രൗൺ കളറിൽ ഇരിക്കില്ല, പക്ഷേ ഈ വൈറ്റ് കളറിൽ ഉണ്ടാക്കുന്നതിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പം നമുക്ക് ചിക്കൻ മസാലയോ മീറ്റ് മസാലയോ ഇട്ടാലും മതി. അന്നേരം ഈ പച്ചമുളക് ഇടരുത് കേട്ടോ. ഈ ഗ്രാമ്പും കോട്ടയൊന്നും ഇല്ലാത്തവരെ സെപ്പറേറ്റ് ആയിട്ട് ഇല്ലെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് കമൻറ്റൊക്കെ ഇട്ട് സപ്പോർട്ടൊക്കെ ചെയ്യണേ. ഓക്കെ, ബൈ.